Hi all, welcome to the new lecture of discrete mathematics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെസി ഡയഗ്രാമാണ്. ഹെസി ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പൊസറ്റിനെ നമുക്ക് എങ്ങനെയാണ് പിക്ടോറിയലി റെപ്രസെൻ്റ് ചെയ്യുക. നമുക്കൊരു പൊസറ്റിനെ നമുക്കൊരു ഡയഗ്രാം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഹെസി ഡയഗ്രാം. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഹെസി ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഹെസി ഡയഗ്രാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെസി ഡയഗ്രാം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇമീഡിയറ്റ് പ്രിഡിസസർ. ഒരു പൊസറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പൊസറ്റിൻ്റെ ഒരു എലമെൻ്റാണ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് മറ്റൊരു എലമെൻ്റാണ്. അപ്പോൾ ബീനെ എയുടെ ഇമീഡിയറ്റ് പ്രിഡിസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. മാത്രമല്ല എയ്ക്കും ബിക്കും ഇടയിൽ വേറെ ഒരു എലമെൻറ്റ് സി എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെ? എ റിലേറ്റഡ് ടു സി ആൻഡ് സി റിലേറ്റഡ് ടു ബി ആവുന്ന രീതിയിൽ. ഒന്നുകൂടെ പറയാം. ഒരു പൊസറ്റ് എടുക്കുക, ആ പൊസറ്റിലെ ഒരു നമ്പർ എ എടുക്കുക, എയിനെ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് ബി എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ എയും ബിയും പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. അത് മാത്രമല്ല, നമുക്കൊരു സി കണ്ടുപിടിക്കാൻ പറ്റരുത്. എ സിയോട് റിലേറ്റഡ് ആണ്, സി ബിയോട് റിലേറ്റഡ് ആവുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് എ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ഈസ് എ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും റിലേറ്റഡ് ആയിരിക്കണം. എന്നാൽ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ സി, ഒരു സി എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. എ റിലേറ്റഡ് ടു സി ആൻഡ് സി റിലേറ്റഡ് ടു ബി ആവുന്ന രീതിയിൽ. അപ്പോൾ എ ഇമ്മീഡിയറ്റ് പ്രിഡിസസർ ഓഫ് ബി ആണെങ്കിൽ നമ്മൾ ഈ നൊട്ടേഷനാണ് യൂസ് ചെയ്യുക. എ ഇട്ടിട്ട് രണ്ട് ലെസ് ദാൻ ഇട്ടിട്ട് ബി ഇടും. അതിൻ്റെ അർത്ഥം എ ഈസ് എ ഇമ്മീഡിയറ്റ് പ്രിഡിസസർ ഓഫ് ബി ആണ് എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു പൊസറ്റ് തന്നിട്ടുണ്ട്. പൊസറ്റിലെ എലമെൻറ്റ്സ് 1, 2, 4, 6, 12 ആണ്. അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള പാർഷ്യൽ ഓർഡർ റിലേഷൻ ഡിവിസിബിലിറ്റിയാണ്. അതായത് 1 ഡിവൈഡ്സ് 2 അല്ല, 1 ഡിവൈഡ്സ് 2 ആണ്, 1 ഡിവൈഡ്സ് 4 ആണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം 1 എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 2നോടും 4നോടും എല്ലാം റിലേറ്റഡ് ആയിരിക്കും. 2 4നോടും 6നോടും 12നോടൊക്കെ റിലേറ്റഡ് ആയിരിക്കും. 4 12നോട് റിലേറ്റഡ് ആയിരിക്കും. 6 12നോട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ എല്ലാ എലമെൻറ്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും, കാരണം അത് പാർഷ്യൽ ഓർഡർ റിലേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു പൊസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് 1, 2, 4, 6, 12 ആണ്. റിലേഷൻ ഡിവിസിബിലിറ്റിയാണ്. ഇവിടെ 2വിൻ്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസസർ എന്ന് പറയുന്നത് 1 ആണ്. എന്തുകൊണ്ടാണ് 2വിൻ്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസസർ 1 എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 1 റിലേറ്റഡ് ടു സി ആണ്. അതായത് 1 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 2. അങ്ങനെ ആവുന്ന രീതിയിൽ ഒരു സി 1നും 2നും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് സി. അതായത് 1 ഡിവൈഡ്സ് സിയും സി ഡിവൈഡ്സ് 2ഉം ആവുന്ന രീതിയിൽ ഒരു സി 1നും 2നും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 2വിൻ്റെ ജസ്റ്റ് ഇമീഡിയറ്റ് പ്രിഡിസസർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 2വിൻ്റെ ഇമീഡിയറ്റ് പ്രിഡിസസർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഈസ് ദ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് 2. കാരണം 1ഉം 2ഉം റിലേറ്റഡ് ആണ്, കാരണം 1 ഡിവൈഡ്സ് 2 ആണ്. പക്ഷേ 1 ഡിവൈഡ്സ് സിയും സി ഡിവൈഡ്സ് 2ഉം ആവുന്ന രീതിയിൽ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് പറയാം? 1 ഈസ് ദ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് 2 എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഡിവിഷൻ എടുക്കാൻ കാരണം നമ്മുടെ പാർഷ്യൽ ഓർഡർ റിലേഷൻ ഡിവിഷൻ ആയതുകൊണ്ടാണ്. മറിച്ച് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ 1 ലെസ് ദാൻ ഈക്വൽ ടു സി, സി ലെസ് ദാൻ ഈക്വൽ ടു 2 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഏതാണോ നമ്മൾ പാർഷ്യൽ ഓർഡർ റിലേഷൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പൊസറ്റിലെ പാർഷ്യൽ ഓർഡർ റിലേഷൻ ഏതാണോ അത് വേണം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിസിബിലിറ്റി അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് ഡിവിസിബിലിറ്റി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ 1 ഈസ് ദ ഇമീഡിയറ്റ് പ്രിഡിസസർ ഓഫ് 2 എന്ന് പറയാൻ കാരണം 1 ഡിവൈഡ്സ് സിയും സി ഡിവൈഡ്സ് 2ഉം ആവുന്ന രീതിയിൽ ഒരു സി എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഹെസി ഡയഗ്രാം എന്താണെന്നുള്ളത്. ഹെസി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു പൊസറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമുക്കൊരു പൊസറ്റിനെ
ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ് എന്ത് ഹെസി ഡയഗ്രാം. എന്താണ് ഹെസി ഡയഗ്രാം എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പൊസറ്റ് ഇൻ വിച്ച് ഓൾ ആരോ ഹെഡ്സ് ആർ അണ്ടർസ്റ്റുഡ് ടു ബി പോയിന്റിങ് അപ്വേർഡ്. എല്ലാ എഡ്ജസും മുകളിലേക്ക് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഹെസി ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന എക്സാമ്പിൾ 2, 3, 6, 12, 24 ആണ്. 2, 3, 6, 12, 24. ഇവിടെ R എന്ന് പറയുന്ന പാർഷ്യൽ ഓർഡർ റിലേഷൻ ഡിഫൈൻഡ് ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മുടെ റിലേഷൻ. അങ്ങനെയാണ് ഇതിന്റെ ഹെസി ഡയഗ്രാം എങ്ങനെ വരും നോക്കാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് അല്ലേ. 2നും 3ക്കും ഇടയിൽ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ 3യുടെ ജസ്റ്റ് പ്രിഡിസെസർ, അതായത് 2 ഈസ് ദ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഓഫ് 3. ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഓഫ് 3. ഓക്കെ, 2 ആണ് 3യുടെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ. ഓക്കെ, അപ്പോൾ 2ഉം 3യും തമ്മിലൊരു എഡ്ജ് ഉണ്ടാവും. ഇനി 6ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ് 3. 6ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ് 3. കാരണം 6നും 3ക്കും ഇടയിൽ വേറെ നമ്പേഴ്സ് സെറ്റിലില്ല. അതുകൊണ്ട് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 3യും 6ഉം റിലേറ്റഡ് ആണ്. എന്നാൽ 3 ലെസ് ദാൻ ഈക്വൽ ടു സി ആൻഡ് സി ലെസ് ദാൻ ഈക്വൽ ടു 6 ആവുന്ന രീതിയിൽ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 3 ഈസ് ദ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഓഫ് 6. അതുകൊണ്ട് 6ഉം 3യും തമ്മിലൊരു എഡ്ജ് ഉണ്ടാവും. ഇനി അടുത്തത് 12ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ് 6. അപ്പോൾ 12ഉം 6ഉം തമ്മിലൊരു എഡ്ജ് ഉണ്ടാവും. അതുപോലെ 24ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ് 12. അതുകൊണ്ട് 24ഉം 12ഉം തമ്മിലൊരു എഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഇമ്മീഡിയറ്റ് പ്രിഡിസെസേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് എലമെന്റ്സിനെ ഓരോരോ പോയിന്റ് ആയിട്ടും പ്രിഡിസെസേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, എഡ്ജസ് വെച്ച് കണക്ട് ചെയ്യുന്ന ഡയഗ്രാമാണ് എന്ത് ഹെസി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 2വിന് ഇവിടെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് 2 ആയിരിക്കും ഏറ്റവും അവസാനം ഉണ്ടാവുക, ഏറ്റവും താഴെ ഉണ്ടാവുക. 2ന് മുകളിലായിരിക്കും 3. കാരണം 2 എന്ന് പറയുന്നത് 3യുടെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ്. അപ്പോൾ 2വിൽ നിന്ന് 3ലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. 3 എന്ന് പറയുന്നത് 6ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ്. അപ്പോൾ 3യിൽ നിന്ന് 6ലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അത് ഇമ്മീഡിയറ്റ് പ്രിഡിസെസേഴ്സ് കണ്ടിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന ഡയഗ്രാമാണ് എന്ത് ഹെസി ഡയഗ്രാം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് 2, 3, 4, 6, 8, 24, 48 ആണ്. ഓക്കെ, ഇതൊരു സെറ്റാണ്. ഇവിടെ ഡിവിഷൻ ആണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. എക്സ് ഡിവൈഡ്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ പാർഷ്യൽ ഓർഡർ റിലേഷൻ. ഇതൊരു പൊസറ്റ് ആണ്. ഇതിന്റെ ഹെസി ഡയഗ്രാം എങ്ങനെ വരും എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ എലമെന്റ്സ് 2, 3, 4, 8, 24, 48. 2, 3, 6, 4, 8, 24, 48 ആണ്. ഓക്കെ, അപ്പോൾ 2 ഡസ് നോട്ട് ഡിവൈഡ് 3 ആണ്. ഇവിടെ 2 ഡസ് നോട്ട് ഡിവൈഡ് 3 ആണ്. അപ്പോൾ 2ഉം 3യും റിലേറ്റഡ് അല്ല. 2ഉം 3യും റിലേറ്റഡ് അല്ല. 2വിന് ഒരു ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഉണ്ടോ? ഇല്ല. 2 ഹാസ് നോ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ. 2വിന് പ്രിഡിസെസേഴ്സ് ഒന്നും തന്നെ ഇല്ല. 3ക്കും പ്രിഡിസെസേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 2ഉം 3യും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുക. 2ഉം 3യും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുക. 4ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഏതാ? 4ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ 2 ആണ്. അതുകൊണ്ട് 4ൽ നിന്ന് 2വിലേക്ക് ഒരു എഡ്ജ് വരയ്ക്കും. ഓക്കെ, 4ൽ നിന്ന് 2വിലേക്ക് വരയ്ക്കും. കാരണം 2 ഡിവൈഡ്സ് 4 ആണ്. ബട്ട് നോ സി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 4. 2 സീനെ ഡിവൈഡ് ചെയ്യുന്നതും സി 4നെ ഡിവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സി ഇല്ലാത്തത് കൊണ്ട് 4ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആയിരിക്കും ആര്? 2. അപ്പോൾ 2വിൽ നിന്ന് 4ലേക്ക് എന്ത് വരും? ഒരു എഡ്ജ് വരും. ഈ 6 എടുക്കാം. 6നെ 2 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 6 ആവുന്ന രീതിയിൽ ഒരു സി ഇല്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് 2 എന്തായിരിക്കും? 6ന്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആയിരിക്കും. അപ്പോൾ 2വിൽ നിന്ന് 6ലേക്ക് എന്ത് വരും? ഒരു എഡ്ജ് വരും. 6ന് മറ്റൊരു ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആണ് 3. കാരണം 3 ഡിവൈഡ്സ് 6 ആണ്. ബട്ട് 3 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 3 ആവുന്ന രീതിയിൽ 3 ഡിവൈഡ്സ് 6 ആവുന്ന രീതിയിൽ ഒരു സി ഇല്ലാത്തത് കൊണ്ട് 3യും എന്തായിട്ട് വരും? 6ന്റെ ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ആയിട്ട് വരും. അപ്പോൾ 6ന് ഇവിടെ 2 ഇമ്മീഡിയറ്റ് പ്രിഡിസെസർ ഉണ്ട്. ഒന്ന് 2, ഒന്ന് 3.
ഇവിടെ 2ഉം 3ഉം റിലേറ്റഡ് അല്ല. ഇങ്ങനെ ഓരോ എലമെന്റിന്റെയും ഇമ്മീഡിയറ്റ് പ്രെഡിസസർ നോക്കാം. 8ന്റെ ഏതായിരിക്കും? 8ന് 4 ആയിരിക്കും. 24ന് 8ഉം വരും 6ഉം വരും. കാരണം 6 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 24 വരണമെങ്കിൽ സി എന്തായിരിക്കണം? 12 ആയിരിക്കണം. സി എന്തായിരിക്കണം? 12 ആയിരിക്കണം. പക്ഷെ 12 എവിടെ ഇല്ല? ഈ സെറ്റിലില്ല. അതുകൊണ്ട് 24ന്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ആയിരിക്കും 6. മാത്രമല്ല 8 ഡിവൈഡ്സ് സി ആൻഡ് സി ഡിവൈഡ്സ് 24 ആവുന്ന സിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 24ന്റെ മറ്റൊരു ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ആയിരിക്കും 8. അപ്പോൾ 24ന് 2 ഇമ്മീഡിയറ്റ് പ്രെഡിസസർ കിട്ടും. ഒന്ന് 8, ഒന്ന് 6. അടുത്തത് 48ന് ആകെ ഒറ്റ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ഇവിടെ ഉള്ളൂ. അത് 24 ആണ്. അത് 24. അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് പ്രെഡിസസർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡയഗ്രാം വരച്ച് അതായിരിക്കും എന്ത്? ഹെസി ഡയഗ്രാം. അപ്പോൾ ഹെസി ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.